ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിൻടെക്കാണ്. ഫിൻടെക്കിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. പണ്ട് എല്ലാവർക്കും ഈ ഒരു ഫിനാൻഷ്യൽ ടെക്നോളജീസും ഫിനാൻഷ്യൽ സർവീസസൊന്നും ആക്സസിബിൾ അല്ലായിരുന്നു. ഒരു ബാങ്കിൽ പോകാനായിട്ട് ഒരുപാട് ദൂരം പോകണം, അപ്പം എപ്പോഴും പോയി ബാങ്കിൽ നിന്ന് കാശെടുക്കാനോ അങ്ങനെയൊന്നും പണ്ടത്തെ കാലത്ത് ആളുകൾക്ക് പറ്റിയിരുന്നില്ല. എന്നാൽ ഇന്ന് എല്ലാവരിലേക്കും എപ്പോഴും ഈ ഒരു ബാങ്കിങ് ഫെസിലിറ്റീസ് എത്തിയിരിക്കുകയാണ്. അതുതന്നെയാണ് ഫിൻടെക്കിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഫിൻടെക് ഹെൽപ്പ് ബ്രിങ് ഫിനാൻഷ്യൽ സർവീസസ് ടു പീപ്പിൾ who traditionally lacked access to banks, especially in rural and remote areas. ഏത് റൂറൽ ഏരിയാസിലുള്ളവർക്കും ഇന്നത്തെ കാലത്ത് ബാങ്കിങ് സർവീസസ് ആക്സസിബിൾ ആണ്. പണ്ടത്തെ അധികം ബാങ്ക് ഇല്ലാത്തത് മൂലം ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടവരും, അല്ലെങ്കിൽ ഒരു റിമോട്ട് ഏരിയാസിലൊക്കെ ആണെങ്കിൽ ഒരു ബാങ്കേ കാണുള്ളൂ. അപ്പോൾ അവർ ഒരുപാട് നേരം അവിടെ ക്യൂ നിന്ന് ഇച്ചിരി കാശെടുക്കാൻ അല്ലെങ്കിൽ ഇച്ചിരി കാശ് ഡെപ്പോസിറ്റ് ചെയ്യാനിരുന്ന അവസ്ഥയൊന്നും ഇന്നില്ല. With Aadhaar-enabled payments, mobile banking apps and digital wallets, even individuals without a physical bank branches nearby can open accounts, receive subsidies and access credits. Microloans and digital lending apps help small businesses, farmers and women entrepreneurs. നെക്സ്റ്റ് ബെനിഫിറ്റാണ് കൺവീനിയൻസ് ആൻഡ് ആക്സസിബിലിറ്റി. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു പോയൊരു പോയിൻ്റാണ്. ആർക്ക് വേണേൽ എപ്പോൾ വേണേൽ എവിടെ വെച്ച് വേണേൽ ബാങ്കിങ് സർവീസസ് അവൈൽ ചെയ്യാം. കസ്റ്റമേഴ്സ് ക്യാൻ പെർഫോം ബാങ്കിങ് ആക്ടിവിറ്റീസ് എനി ടൈം എനിവയർ യൂസിങ് സ്മാർട്ട് ഫോൺസ് വിത്തൗട്ട് വിസിറ്റിംഗ് എ ഫിസിക്കൽ ബ്രാഞ്ച്. പണ്ടൊക്കെ ആണെങ്കിൽ ആ ബ്രാഞ്ചിൽ പോയി അതിനുവേണ്ടി തന്നെ ബാങ്കിൽ പോകാൻ വേണ്ടി തന്നെ ഒരു ദിവസം നമ്മൾ ചിലവാക്കണമായിരുന്നു. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 24/7 ഓൾ ബാങ്കിങ് സർവീസസ് നമുക്ക് ആക്സസിബിളാണ്. നെക്സ്റ്റ് ഒരു ബെനിഫിറ്റാണ് കോസ്റ്റ് എഫിഷ്യൻസി. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി പോയി ബാങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോയി ഒരു സർവീസ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരുപാട് ബ്രാഞ്ചസ് മെയിൻറ്റെയിൻ ചെയ്യണം, ഒരുപാട് എംപ്ലോയീസിനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഈ ആളുകളെ മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വേണം. അതുപോലെ തന്നെ ആളുകൾക്ക് അവിടെ എത്താനുള്ള ചിലവ്, പിന്നെ ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പോവുകയാണെങ്കിൽ കുറേ മിഡിൽമെൻ അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു കോസ്റ്റ്, ഇതൊക്കെ ഫിൻടെക് വഴി നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റി. ഫിൻടെക് റെഡ്യൂസസ് ദ നീഡ് ഫോർ മിഡിൽമെൻ, പേപ്പർ വർക്ക് ആൻഡ് ബ്രാഞ്ച് ഇൻഫ്രാസ്ട്രക്ചർ, ലോവറിംഗ് കോസ്റ്റ് ഫോർ ബോത്ത് സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആർ ഓഫൺ ചീപ്പർ ദാൻ ക്യാഷ് ബേസ്ഡ് ഓർ ചെക്ക് ബേസ്ഡ് സിസ്റ്റംസ്. For business, transaction costs like merchant fees are reduced through UPI and digital wallets. So എല്ലാവർക്കും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഫിൻടെക്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി. എന്തൊക്കെ ട്രാൻസാക്ഷൻ നടക്കുന്നെന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റും. എല്ലാത്തിൻ്റെയും ഒരു ഡിജിറ്റൽ റെക്കോർഡ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ സ്റ്റോർഡ് ആണ് നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ തന്നെ. Digital records and blockchain technology ensure tamper-proof and traceable transactions. Transparency increases trust in the system and helps reduce fraud, corruption and tax evasion. ഇപ്പോൾ എല്ലാ പേയ്മെൻറ്റ്സും ഡിജിറ്റലായിട്ട് വേണം അല്ലെങ്കിൽ ബാങ്ക് വഴി വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം കറപ്ഷനും ടാക്സ് ഇവേഷനും പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ തന്നെയാണ്. സോ ഫിൻടെക് വന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെയൊക്കെ കുറഞ്ഞത്. ഓട്ടോമേറ്റഡ് റിപ്പോർട്ട്സ് ആൻഡ് ഡിജിറ്റൽ ട്രാക്കിംഗ് ഓൾസോ മേക്ക് റെഗുലേറ്ററി കംപ്ലയൻസ് ഈസിയർ. ഇനിയിപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ പണ്ടത്തെ കാലത്ത് ഒരുപാട് പേപ്പർ വർക്കൊക്കെ ചെയ്താൽ മാത്രമേ അയാൾ കറക്റ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, നമ്മുടെ അക്കൗണ്ടിൽ എത്ര കാശ് വന്ന് പോയെന്നുള്ള ഹിസ്റ്ററി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ള ഹിസ്റ്ററി കിട്ടും. സോ വിത്തിൻ എ ക്ലിക്ക് ഹി ക്യാൻ പ്രൂവ് ഹിസ് റെഗുലേറ്ററി കംപ്ലയൻസ്. നെക്സ്റ്റ് ബെനിഫിറ്റാണ് ഫാസ്റ്റർ ട്രാൻസാക്ഷൻസ്. Traditional bank transfers like NEFT or checks can take hours or even days, but fintech solutions like UPI or mobile wallets enable instant transfers. This speed is crucial for business that rely on fast cash flow and for customers who need urgent payments. പെട്ടെന്ന് പേയ്മെൻറ്റ് കിട്ടുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചെക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയറായി വരാൻ ഒരുപാട് സമയം എടുക്കും. ഇന്ന് നമ്മൾ ചെക്ക് പോലും കൊടുക്കാറില്ല. എല്ലാം മറ്റേ ക്ലിക്ക് നമ്മൾ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് നടത്തുകയാണ്. അത് അയക്കുമ്പോൾ തന്നെ അടുത്ത് റിസീവ് ചെയ്യേണ്ട ആൾക്കത് കിട്ടുവാണ്. സോ ട്രാൻസാക്ഷൻസ് വളരെ ഫാസ്റ്ററായി. സോ ആ ഒരു എല്ലാ പ്രോസസ്സും നമ്മുടെ ഇക്കോണമി മൂവ് ചെയ്യുന്നത് വരെ ഫാസ്റ്ററായി. ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഫാസ്റ്ററായതുകൊണ്ടാണ് ഇക്കോണമിയുടെ മൂവ്മെൻറ്റും ഫാസ്റ്ററായത്. നെക്സ്റ്റ് ബെനിഫിറ്റാണ് ഗ്ലോബൽ റീച്ച്. Fintech platforms connect people and business globally, making cross-border transactions
ചീപ്പർ ആൻഡ് ഫാസ്റ്റർ. ക്രോസ് ബോർഡർ കൺട്രികൾ, ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലോട്ടൊരു സാധനം എത്തിക്കാനും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വന്നതുകൊണ്ട് എളുപ്പമാണ്. പണ്ട് ഈ ഇന്ത്യയിലെ ഒരു ബാങ്കിൽ നിന്നും ഏത് രാജ്യത്ത് നിന്നാണോ നമുക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തേണ്ടത് ആ രാജ്യത്തെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ഇന്നെല്ലാം വിത്തിൻ എ ക്ലിക്ക് നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും പണം അയക്കാം. ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇ-കൊമേഴ്സ് ബെനിഫിറ്റ് ഫ്രം ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആൻഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇൻ്റർനാഷണൽ ട്രേഡ് ഇ-കൊമേഴ്സും ഒക്കെ ഒരുപാട് വളർന്നു വന്നത് ഈ ഒരു ഫിൻടെക് പ്ലാറ്റ്ഫോംസ് ഉള്ളതുകൊണ്ടാണ്. ക്രിപ്റ്റോ കറൻസീസ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ഓപ്പൺ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്ലോബൽ ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ ബിയോണ്ട് ബോർഡർ. For example, an Indian freelancer receiving payments from a US client instantly via PayPal or Wise. നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ US-ലുള്ള ഒരാൾക്ക് വേണ്ടി പണിയെടുക്കുകയും അയാളുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങുകയും ചെയ്യും. ഒരു കമ്പനി, ഒരു ഇൻ്റർമീഡിയറി ഒന്നുമില്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ, അങ്ങനെ ഒരു ഗ്ലോബൽ റീച്ചിലോട്ട് ഓരോ ഇൻഡിവിജ്വലിനെ എത്തിക്കാനായിട്ട് ഫിൻടെക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഫിനാൻഷ്യൽ ടെക്നോളജിയുടെ അഡ്വാൻറ്റേജസ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.